പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. തിരുക്കുടുംബത്തിൽ യബൂസേപ്പ് പിതാവ് ഉണ്ണീശോ ഇങ്ങനെ തോളത്തിരുത്തിയിട്ട് നടക്കുകയാണ്. തൊട്ടു പിന്നാലെ മാതാവും നടക്കുന്നുണ്ട് അവരുടെ കൂടെ. അങ്ങനെ 3 പേരൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവർ പോകുന്നത് എങ്ങോട്ടാ? അവർ പെരുന്നാൾ കൂടാൻ പോണതൊന്നുമല്ല, അവർ പോട്ടയ്ക്ക് ധ്യാനം കൂടാൻ വരുന്നതുമല്ല. അവർ പോകുന്നത് കൃത്യമായിട്ട് നമുക്കറിയാം, അവരുടെ ജീവൻ പേടിച്ച് ഓടിപ്പോവുകയാണ്. ഈജിപ്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞൊരു വർഷം മുഴുവനും കണ്ടത്. അപ്പോൾ അതിൽ സഭ നമ്മളോട് 2 കാര്യങ്ങൾ ധ്യാനിക്കാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം ഇങ്ങനെ മനുഷ്യൻ്റെ ആ വലിയ പീഡ സഹിച്ച ദൈവം ഓടിപ്പോകുന്നൊരു ചിത്രമാണത്. ശരിക്കും പറഞ്ഞാൽ ദൈവം ഓടിപ്പോവുകയാണ് മനുഷ്യൻ്റെ അടുത്തുനിന്ന്. ദൈവം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു ചിത്രം നമുക്കതിൽ ധ്യാനിക്കാം. രണ്ടാമത്, ഒരു കുടുംബം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം, എന്നാൽ മടുത്തു പോകാതെ, ഈ ദൈവം മടുത്തു പോകാതെ, മനുഷ്യനെ മടുക്കാതെ ദൈവം ഒരിടത്ത് നിന്ന് അടുത്തിടത്തേക്ക് പോവുക. അവന് പിറക്കാൻ വേണ്ടി അവൻ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ വന്ന് കുറേ വീടുകളുടെ വാതിക്കൽ മുട്ടി, എനിക്കൊരു ഇടം തരാവോ ജനിക്കാൻ. ഇടം കൊടുത്തില്ല. പക്ഷെ ദൈവം മടുത്തില്ല. ദൈവം മടുക്കാതെ ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു. ആ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നിട്ട് അവിടെ സ്വസ്ഥമായിട്ട് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുന്ന് ദൈവത്തെ തല്ലി ഓടിക്കുക, അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ്. ദൈവം മടുത്തില്ല. ദൈവം അവിടുന്ന് വീണ്ടും ഇറങ്ങി ഓടുകയാണ്. എങ്ങോട്ട്? ഈജിപ്തിലേക്ക് ഓടുകയാണ്. അങ്ങനെ മനുഷ്യനെ മടുക്കാതെ ഓടുന്ന ഒരു ദൈവത്തെ, മനുഷ്യനെ മടുക്കാതെ ഓടുന്ന ഒരു ദൈവത്തെ നമുക്ക് ആ ചിത്രത്തിൽ കാണാം. ഒപ്പം ആ ദൈവത്തിൻ്റെ കൂടെ ഒരപ്പനും അമ്മയും ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിത ക്ലേശങ്ങളിൽ മടുക്കാതെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മുടെ ഭവനങ്ങളിൽ കണ്ട് ധ്യാനിച്ച് കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവം നമ്മളെ മടുക്കുന്നില്ല. ഈ കാലം എത്രയോ കാലമായി മാനവരാശി ഇങ്ങനെ ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ കരുണയിലൊക്കെ ഇങ്ങനെ ശരണപ്പെട്ട് ജീവിക്കുക. പക്ഷേ ദൈവത്തെ എന്തുമാത്രം വേദനിപ്പിക്കുന്നു, ദൈവത്തെ എന്തുമാത്രം ധിക്കരിക്കുന്നു, ദൈവത്തെ എന്തുമാത്രം അപമാനിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ടും നമ്മളെ മടുക്കാത്തൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെങ്കിൽ, ആ വലിയ ബോധ്യത്തോടെ ജീവിത ക്ലേശങ്ങളിൽ, ജീവിതത്തിൻ്റെ ഭാരങ്ങളിൽ, ജീവിതത്തിൻ്റെ സന്നിഗ്ധാവസ്ഥകളിലൊക്കെ മടുക്കാതെ നമ്മളും യാത്ര ചെയ്യണമെന്നുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ യൗസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ ജീവിതത്തെ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു കാണിച്ചു തന്നുകൊണ്ട് സഭ പറയുക, നിങ്ങൾ മടുക്കരുത്. ഈ അപ്പനെയും അമ്മയും പോലെ, ഈ ഭാര്യയും ഭർത്താവിനെയും പോലെ തമ്പുരാനിൽ പ്രത്യാശ വെച്ച് ജീവിതത്തിൽ എന്തും വന്നോട്ടെ, എന്തെല്ലാം ക്ലേശങ്ങൾ, കാലിത്തൊഴുത്തോ ഈജിപ്തിൻ്റെ മരുഭൂമികളോ ഇതൊക്കെ എന്ത് സംഭവിച്ചോട്ടെ, അവിടെയൊക്കെ തളരാതെ, മടുക്കാതെ, ക്ഷീണിക്കാതെ, ഭാരപ്പെടാതെ, അസ്വസ്ഥരാകാതെ, നിരാശരാകാതെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ, ജീവിതത്തിൽ ഇനിയും എൻ്റെ ദൈവം എന്നെ നടത്തുമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയൊരു ചിന്ത നമുക്ക് ഈ ചിത്രം തരികയാണ്. അതിനെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ, വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് മുതൽ അവസാനം വരെ വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് മനുഷ്യനോട് പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങളെ ഞാൻ മടുത്തിട്ടില്ല. ഇപ്പോഴും എനിക്ക് നിങ്ങളിൽ പ്രത്യാശയുണ്ട്, ഇപ്പോഴും എനിക്ക് നിങ്ങളിൽ പ്രതീക്ഷയുണ്ട്. നിങ്ങളെ ഒരിക്കലും മടുക്കാത്തൊരു ദൈവം, നിങ്ങളെ ഒരിക്കലും മറക്കാത്തൊരു ദൈവം, നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളോട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു വലിയ ഇഷ്ടമുള്ള ഒരു ദൈവമാണ് ഞാനെന്ന് ദൈവം ആവർത്തിച്ച് സുവിശേഷത്തിലൂടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മളെ മടുത്തിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എത്രയോ വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. ആ ഒരു ഓർമ്മ നമുക്കിന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിലിരുന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആദ്യത്തെ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആദത്തെയും ഹവ്വയെയും നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നവരാണ്.
ദൈവത്തിൻ്റെ കൂടെ ഇങ്ങനെ സദാസമയം രാവും പകലും ആ പറുദീസയിൽ ഇങ്ങനെ ഉലാത്തുന്ന ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. തമ്പുരാൻ്റെ തോളത്ത് കൈയിട്ട് ഒരുമിച്ച് നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, ആദവും ഔവയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ തൊട്ടടുത്ത അധ്യായങ്ങളിൽ നമ്മൾ വായിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മൾ കാണും, അവിടെ മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. മനുഷ്യന് വീഴ്ചയുണ്ടായ ആ വലിയ സംഭവത്തെക്കുറിച്ച്, പാപം ലോകത്തിലേക്ക് വന്ന, വലിയ തകർച്ച ലോകത്തിലേക്ക് വന്ന ആ സംഭവം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കണ്ടുമുട്ടുന്നൊരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഔവ പഴം പറിച്ച് ആദത്തിന് കൊടുക്കുന്നു, അവനും അത് ഭക്ഷിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഈ പഴം ഭക്ഷിച്ച്, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച്, അവർ പാപത്തിനടിമപ്പെട്ട് ഭയചകിതരായി അവരിങ്ങനെ ഒരു അത്തിയിലകൾ പറിച്ച് വസ്ത്രമുണ്ടാക്കി, അത് അങ്ങനെ അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞ് ഒരു മരത്തിന് ചുവട്ടിൽ ഇങ്ങനെ ഒരു കുറ്റിക്കാട്ടിൽ പോയി ഒളിച്ചിരിക്കുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു ആദത്തെ ഔവയും തേടി ദൈവം വരുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. ആദത്തിൻ്റെ ഔവയുടെയും ഭയം എന്താണെന്നറിയാവോ? ദൈവം ഞങ്ങളെ ശിക്ഷിക്കും. ദൈവം പറിക്കരുതെന്ന് പറഞ്ഞ പഴം ഞങ്ങൾ പറിച്ചതുകൊണ്ട് ദൈവം വന്ന് ഞങ്ങളെ ശിക്ഷിക്കും. ഞങ്ങളുടെ കണ്ണുകളിതാ തുറന്നിരിക്കുന്നു, ഞങ്ങൾക്ക് നഗ്നരാണെന്നുള്ള ബോധം വന്നിരിക്കുന്നു. അങ്ങനെ വലിയ വീഴ്ച വന്നിരിക്കുന്നു. ദൈവം അതിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിച്ചതാ ഞങ്ങളെ. ഇത് പറിക്കരുതെന്ന് പറഞ്ഞതാ, ഇത് വിലക്കപ്പെട്ടതാണെന്ന് പറഞ്ഞതാ, ഇത് ചെയ്താൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞതാ. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ മറന്നിട്ട് ഇതെല്ലാം തട്ടിപ്പാണ്, ദൈവം ഞങ്ങളെ പറ്റിച്ചിരിക്കുക എന്ന് വിചാരിച്ച് ആ പിശാച് പറഞ്ഞത് കേട്ട് ഞങ്ങളിത് ഭക്ഷിച്ചു. ഇപ്പോഴാണ് സത്യം അറിയുന്നത്, ദൈവമാണ് യഥാർത്ഥത്തിൽ സത്യം. പിശാച് കള്ളനായിരുന്നു, അവൻ പറഞ്ഞത് നുണയായിരുന്നു എന്ന് ബോധ്യം വരുന്ന ഈ ആദവും ഔവയും അവർ ഭയപ്പെട്ട് ഒരു കുറ്റിക്കാട്ടിൽ ഇലകൾക്ക് മറവിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും, നമ്മുടെ കർത്താവ് ഈ ആദവും ഔവയും ഈ വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അത് അറിഞ്ഞിരുന്നോ? അതോ അറിയാതെയാണോ ദൈവം വരുന്നത്? ഒരിക്കലുമല്ല, ദൈവം അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ഒരു മുടിയുടെ നാര് പോലും അറിയുന്നവനാണ് ദൈവമെന്ന് പറയില്ലേ? അപ്പോൾ ആ ദൈവം കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പറുദീസയിൽ വസിക്കുന്ന ദൈവം അറിഞ്ഞിട്ടുണ്ട് ഈ ആദവും ഔവയും തന്നെ മറന്നുവെന്നും താൻ പറിക്കരുതെന്ന് പറഞ്ഞ പഴം, വിലക്കപ്പെട്ട കനി അവർ ഭക്ഷിച്ചുവെന്നും ദൈവത്തിന് നല്ലതുപോലെ അറിയാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അറിയാവുന്ന ദൈവം വലിയ കോപത്തിൻ്റെ ആധിക്യത്തിൽ ഈ മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക. പക്ഷെ ദൈവം അങ്ങനെയല്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ, താൻ പറിക്കരുതെന്ന് പറഞ്ഞ പഴം ഭക്ഷിച്ചിട്ടും ദൈവം കോപത്തോടെ വാളുമായിട്ട് ആദത്തിൻ്റെ ഔവയുടെ അടുത്തേക്ക് വരുന്നില്ല. ദൈവം അവരെ മടുത്തു പോകാതെ, ദൈവം അവരെ ഇപ്പോഴും വെറുക്കാതെ അവരുടെ അടുത്തേക്ക് പതിവ് പോലെ, അന്നും സായാഹ്നമായപ്പോൾ എന്നും പതിവ് പോലെ നടക്കാൻ വരുന്ന നേരത്ത് ദൈവം അന്നും പതിവ് പോലെ വരികയാണ്. അന്ന് നേരത്തെ വരുന്നില്ല. അവൻ പഴം ഭക്ഷിക്കുന്നത് കണ്ടിട്ട് ഉടനെ ആരടാ എൻ്റെ മരത്തെ തൊട്ടതെന്നും പറഞ്ഞ് ദൈവം ഇറങ്ങി വരുന്നില്ല. ആരടാ എൻ്റെ മരത്തെ നീ പഴം പറിക്കുന്നതെന്ന് ചോദിച്ച് ദൈവം ഇറങ്ങി വരുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ നിന്നോടെന്ന് പറഞ്ഞ് ദൈവം വടിയും വാളുമായിട്ട് ഇറങ്ങി വരുന്നില്ല. മറിച്ച് ദൈവം അന്നും പഴയതുപോലെ തന്നെ, അന്നും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ, എന്നും വരാറുള്ളത് പോലെ ആ വെയിലാറിയപ്പോൾ ദൈവം പതുക്കെ അവരെ കാണാൻ വരികയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്, അവിടുന്ന് എപ്പോഴും ഒരുപോലെയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം എപ്പോഴും ഒരുപോലെയാണ്. അവിടുത്തെ സ്വഭാവത്തിന് മാറ്റമില്ല. നമ്മൾ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ക്രമത്തിൽ 2 പ്രാവശ്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സഭ ഔദ്യോഗികമായിട്ട് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നൊരു രംഗമാണല്ലോ, ഒരിടമാണല്ലോ വിശുദ്ധ കുർബാന, ലിറ്റർജി എന്ന് പറയുന്നത്. ആ ലിറ്റർജിയിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക. 2 പ്രാവശ്യം വൈദികൻ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവ സ്വഭാവത്തെക്കുറിച്ച്. അതിങ്ങനെയാണ്: ദൈവമേ, നിൻ്റെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യണമേ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ട് സഭ പഠിപ്പിക്കുന്നത് ഇതാണ്. 3 സ്വഭാവമാണ് ദൈവത്തിനുള്ളത്. എന്താ? എപ്പോഴും കടാക്ഷിക്കുക, എപ്പോഴും അനുഗ്രഹിക്കുക, 3 എപ്പോഴും
കരുണ കാണിക്കുക. പ്രിയപ്പെട്ടവർ, ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് എപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെ. ആ സ്വഭാവം മാറുന്നില്ല. നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം മാറും, അല്ലേ? മനുഷ്യൻ്റെ സ്വഭാവം മാറും പ്രിയപ്പെട്ടവരെ, പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം മാറില്ല. അതാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രത്യേകത. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനുഷ്യൻ്റെ സ്വഭാവം അനുഭവങ്ങളനുസരിച്ച്, അവസരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന്, ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഫലവൃക്ഷമുണ്ടെന്ന് കരുതുക. ഒരു മാവ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നട്ട് വളർത്തിക്കൊണ്ട് വരിക. അതിലാദ്യത്തെ ഒരു മാങ്ങ ഉണ്ടായി. ആ മാങ്ങ ഞാൻ വളരെ കാര്യമായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കൊച്ചുണ്ട്. ആ കൊച്ച് എപ്പോഴും എൻ്റെ വീട്ടിൽ വരും. ആ കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ എനിക്കിഷ്ടമാണ്, ഈ മാവും എനിക്കിഷ്ടമാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, കൊച്ചു ഈ മാങ്ങ പറിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോനെ അത് പറിക്കരുത്, അത് മൂത്തിട്ടില്ല, അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പാകമായി കഴിയുമ്പോൾ നമുക്കത് പറിച്ചിട്ട് നമുക്കത് കഴിക്കണം. ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാണ്, ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അറിയണമെങ്കിൽ അത് മൂത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഈ കുഞ്ഞിനെ വിട്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കുമ്പോൾ ഈ കൊച്ചുതേ വീണ്ടും മരത്തെ കയറിയ മാങ്ങ ഇങ്ങനെ പറിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറിച്ച് മാവൻ കമ്പയിൽ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആ കൊച്ചിനോട് എന്ത് തോന്നും? ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാണ്. പക്ഷേ എനിക്ക് ആ കൊച്ചിനോട് എന്ത് തോന്നും? ഭയങ്കര ദേഷ്യം തോന്നും. ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു വടിയെടുത്ത് ആ കൊച്ചിനിട്ട് അടി കൊടുക്കും. പ്രിയപ്പെട്ടവർ, എൻ്റെ സ്വഭാവം മാറി. എനിക്ക് ആ സമയം വരെ ഈ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ മരത്തെ കയറി ആ മാങ്ങ പറിച്ചതോടെ എൻ്റെ ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം, സ്നേഹം കുറഞ്ഞു പോയി, മങ്ങിപ്പോയി. എനിക്ക് ദേഷ്യമായി, എനിക്ക് ഭയങ്കര അരിശമായി. ഞാൻ അവന് വടിയൊക്കെ എടുത്ത് അടിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് ഇന്നലെയും കൂടെ പറഞ്ഞത് പറിക്കരുത്, ഇത് മൂത്തിട്ട് നമുക്ക് പറിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കത് കേൾക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ വടിയൊക്കെ എടുത്ത് അവൻ അടിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സ്വഭാവം അവസരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം മാറില്ല. അതെപ്പോഴും ഒരുപോലെയാണെന്ന് സുവിശേഷവും സഭയും നമ്മളെ പഠിപ്പിക്കുകയാണ്. കരമുയർത്തി പറഞ്ഞു, ഹല്ലേലൂയാ. ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ. എല്ലാവരും ചേർന്ന് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 145 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കും, അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. കർത്താവേ, തലമുറകളോട് എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പ്രകീർത്തിക്കും. നമുക്ക് കർത്താവിൻ്റെ മുമ്പിലൊന്ന് നിശബ്ദമാകാം. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൊന്ന് ഇരിക്കാം. ദൈവം എന്തുമാത്രം എന്നെ പ്രത്യാശ വെച്ചിട്ടുണ്ട്, എൻ്റെ ദൈവം എന്തുമാത്രം ഇപ്പോഴും എന്നിൽ പ്രത്യാശ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചിന്തിച്ചേ. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ എന്തുമാത്രം വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് എന്നുള്ള ചിന്ത, ആ ദൈവത്തിലേക്ക് കൂടുതൽ സ്നേഹത്തോടെ നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നു, കുഞ്ഞേ, നിന്നിലുള്ള പ്രത്യാശ എനിക്ക് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. എനിക്ക് നിന്നോടുള്ള പ്രത്യാശ, എനിക്ക് നിന്നിലുള്ള പ്രതീക്ഷ ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും അത് തുടരുകയാണ്. എൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കുഞ്ഞേ, എനിക്ക് നിന്നോടുള്ള പ്രതീക്ഷ ഓരോ പ്രഭാതത്തിലും പുതിയതാ. ഓരോ ദിവസം കഴിയുമ്പോഴും, നീ എന്നിൽ നിന്ന് ദൂരെ അകലുമ്പോഴും, ഓരോ പ്രഭാതത്തിലും ഞാൻ കൂടുതൽ പ്രതീക്ഷയോടെ നിന്നിലേക്ക് വരികയാണ്. ഓരോ ദിവസവും നീ എന്നിൽ നിന്ന് ഒരുപാട് കാതം പിറകിലേക്ക് പോകുമ്പോഴും, ആ പ്രഭാതത്തിൽ ഞാൻ വീണ്ടും നിന്നിലേക്ക് കൂടുതൽ പ്രത്യാശ വെച്ച് കൊണ്ടുവരികയാണ്. അങ്ങ് വിദൂരങ്ങളിൽ നിന്ന് നീ എന്നിലേക്ക് ഓടി വരുമെന്നുള്ള പ്രതീക്ഷയോടെ. കർത്താവേ, എത്രയോ വട്ടം നീ എന്നെ വിളിച്ചിട്ടും നിന്നിലേക്ക് തിരിച്ചു വരാൻ മനസ്സ് കാണിക്കാത്തവരാണ് ഞങ്ങൾ. ഇന്നും കർത്താവേ, ഞങ്ങൾ കുറച്ചുകൂടി പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടില്ല.
ഞങ്ങളുടെ ജീവിതങ്ങൾ പഴയതിനേക്കാൾ കുറച്ചുകൂടി മങ്ങിപ്പോയി എന്ന്, ഞങ്ങളിലെ പ്രകാശം മങ്ങിപ്പോയി എന്ന് ഏറ്റുപറയുന്നവരാണ് ഞങ്ങൾ. പഴയതിനേക്കാൾ ഞങ്ങൾ ദുഷിച്ചു പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളുടെ പ്രത്യാശ മങ്ങിപ്പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളുടെ ആത്മീയ ജീവിതങ്ങൾ പുറകോട്ട് പോയി കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളിലേക്ക് സംശയങ്ങൾ ഉടലെടുക്കുന്നു കർത്താവേ. പഴയതിനേക്കാൾ ഞങ്ങളിൽ ആത്മീയതയോട് മടുപ്പ് തോന്നുന്നു കർത്താവേ. ഇപ്പോഴും എന്നിട്ടും നീ ഞങ്ങളെ മടുത്തു പോകുന്നില്ല എന്ന് ഈശോയെ നീ ഞങ്ങളോട് പറയുന്നല്ലോ. അതിന് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകൾ കണ്ടിട്ട് ഞങ്ങളെ മടുക്കാതെ നീ ഇന്ന് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം നമ്മളോ മടുത്തോ എന്ന് നമുക്ക് പോലും തോന്നുന്ന ചില മേഖലകളില്ലേ, ചില നിമിഷങ്ങളില്ലേ, ചില അനുഭവങ്ങളില്ലേ, ചില സംഭവങ്ങളില്ലേ, അതെല്ലാം ഓർത്തേ ദൈവം എന്നിട്ട് വ്യക്തിപരമായിട്ട് തമ്പുരാനോട്, ദൈവമേ ഇത്രയോ ആയിട്ട് നീ എന്നെ മറന്നില്ലല്ലോ, നീ എന്നെ മടുത്തില്ലല്ലോ, നീ എന്നെ ഇപ്പോഴും ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് സ്നേഹത്തോടെ അവിടുത്തെ നോക്കെന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ ഇന്നും മടുക്കാതെ, ഇന്നും മറക്കാതെ, ഇന്നും നമ്മളെ പ്രത്യാശ വെച്ചുകൊണ്ട് ഇന്നും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ വലിയ നിസീമമായ സ്നേഹം, മടുക്കാത്ത സ്നേഹം, അതൊന്ന് ഓർക്കാം. നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ദൈവം നമ്മളെ മടുത്തിട്ടുണ്ടാവും. ഈ തകർച്ചയൊക്കെ അതിൻ്റെ അടയാളമാണ്. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാ, ഇത് ദൈവം എന്നെ മറന്നു കളഞ്ഞതാ, എനിക്കിനി രക്ഷയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ കർത്താവ് പറയുന്നു, എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, എൻ്റെ കാതുകൾക്ക് മാന്യം പമ്പിച്ചിട്ടില്ല. കുഞ്ഞേ, നിന്നെ കേൾക്കാനാവാത്ത വിധം ഞാൻ നിന്നിൽ നിന്ന് ദേഷ്യപ്പെട്ട് പിന്നലിഞ്ഞു പോയിട്ടില്ല. നിന്റെ അടുത്തേക്ക് കൈനീട്ടി നിന്നെ രക്ഷിക്കാൻ വരാത്ത വിധം ഞാൻ എൻ്റെ കരം കുറുക്കിക്കളഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട്.